ഗുഡ് മോർണിംഗ്. നമ്മൾ ഫ്രീ കൺസെൻറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഫ്രീ കൺസെൻറ്റ് എന്താണെന്ന്. എന്താണ്? പാർട്ടീസ് സ്വന്തം താല്പര്യപ്രകാരമാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്രീ കൺസെൻറ്റ് എന്ന് പറയുന്നത്. ഇനി പാർട്ടീസ് കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ മിസ്റ്റേക്ക് കാരണമാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ അവിടെ നമുക്ക് കൺസെൻറ്റ് ഫ്രീ അല്ല എന്ന് പറയാം. ഇതിൽ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഇത് നാലും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മിസ്റ്റേക്കാണ്. എന്താണ് മിസ്റ്റേക്ക് എന്ന് നോക്കാം. മിസ്റ്റേക്ക്: എ മിസ്റ്റേക്ക് ഈസ് സെഡ് ടു ഹാവ് ഒക്കേർഡ് വേർ പാർട്ടീസ് ഇൻറ്റൻഡിങ് ടു ഡു വൺ തിങ് ബൈ എറർ ഡു സംതിങ് എൽസ്. അതായത് കോൺട്രാക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് തെറ്റായിട്ടാണ് മനസ്സിലാക്കുന്നത് എങ്കിൽ അവിടെ നമുക്ക് മിസ്റ്റേക്ക് ഒക്യൂർ ചെയ്തു എന്ന് പറയാം. അതായത് കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യത്തെക്കുറിച്ച് കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് തെറ്റായിട്ട് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇവിടെ കോൺസെൻസസ് ആഡ് ഇടം ഉണ്ടായിരിക്കില്ല. എന്താണ് കോൺസെൻസസ് ആഡ് ഇടം? ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. അതായത് പാർട്ടീസ് സെയിം തിങ് സെയിം സെൻസിലാവില്ല ഇവിടെ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, എക്സ് എൻഗേജസ് വൈ ആസ് എ ടീച്ചർ ഫോർ ഹിസ് സൺ അപ്പിയറിംഗ് ഫോർ IAS പ്രിലിമിനറി. വൈ എഗ്രീസ് ടു കം ഡെയിലി 7. എക്സ് തിങ്സ് 7 AM ബട്ട് വൈ മീൻസ് 7 PM. എക്സിൻ്റെ സണ്ണ് IAS പ്രിലിമിനറി കോച്ചിങ്ങിന് വേണ്ടിയിട്ട് വൈനെ അപ്പോയിൻറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ വൈ 7 മണിക്ക് വരാമെന്നാണ് എഗ്രി ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സ് വിചാരിക്കും 7 AM വൈ വരാമെന്ന് പറഞ്ഞിട്ടുള്ളതെന്ന്. പക്ഷേ വൈ ഉദ്ദേശിച്ചിട്ടുള്ളത് 7 PM അപ്പോൾ ഇവിടെ ഒരു കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത് തെറ്റായിട്ടുള്ള രീതിയിലാണ്. ഇതൊരു ബൈലാറ്ററൽ മിസ്റ്റേക്കാണ്. പക്ഷേ ഒരു കോൺട്രാക്റ്റിൽ ഈ കാര്യം അത്ര എസെൻഷ്യൽ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇത് റെക്ടിഫൈ ചെയ്യാവുന്നതാണ്. ഇത് റെക്ടിഫൈ ചെയ്താൽ കോൺട്രാക്റ്റുമായിട്ട് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഈ എഗ്രിമെൻ്റ് എന്താണ്, ഒരു വാലിഡുമാണ്. അപ്പം എന്തൊക്കെയാണ് മിസ്റ്റേക്കിൻ്റെ ടൈപ്സ് എന്നുള്ളത് നോക്കാം. മിസ്റ്റേക്കിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മിസ്റ്റേക്ക് ഓഫ് ലോയും മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും. മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമത്തിൽ മിസ്റ്റേക്ക് വരിക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇന്ത്യൻ പൗരന് ഇന്ത്യയിലുള്ള നിയമത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. അവിടെ അയാൾ ആ നിയമം അറിയില്ല എന്ന് വിചാരിച്ച് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു എക്സ്ക്യൂസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള കോൺട്രാക്റ്റ് ഒരിക്കലും വോയിഡബിൾ ആയിരിക്കില്ല. ആ കോൺട്രാക്റ്റ് വാലിഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണം ഇന്ത്യൻ നിയമം അറിയാഞ്ഞിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. ഇന്ത്യൻ പൗരന് ഇന്ത്യൻ നിയമം അറിഞ്ഞിരിക്കണം. ഇനി മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ. ഫോറിൻ ലോ നമുക്ക് അറിയണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഫോറിൻ ലോ ഒന്നും അറിഞ്ഞിരിക്കാൻ ചാൻസ് ഇല്ല. സോ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റിൽ ഫോറിൻ ലോയിലുള്ള മിസ്റ്റേക്ക് കാരണം ഒരു എഗ്രിമെൻറ്റിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അറിയാത്തത് കൊണ്ടൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും. അപ്പം ശ്രദ്ധിക്കുക, ഇന്ത്യൻ ലോയിലുള്ള മിസ്റ്റേക്ക് നമുക്കൊരു എക്സ്ക്യൂസും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. So section 21 lays down that a contract is not voidable because it was caused by a mistake as to any law in force in India. ഇനി ഫോറിൻ ലോൻ്റെ കേസിൽ ഒരു മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിൻ്റെ ഇഫക്റ്റ് ചെയ്യുള്ളൂ. അതായത് അത് നമുക്ക് ഫോറിൻ ലോ അറിയാത്തത് കൊണ്ടാണെന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ എഗ്രിമെൻറ്റ് വോയിഡ് ആക്കാവുന്നതാണ്. നെക്സ്റ്റ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. അതായത് 2 ടൈപ്പ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മിസ്റ്റേക്ക് ഓഫ് ലോയും മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും. മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഇന്ത്യൻ ലോ അറിയാതെ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു എക്സ്ക്യൂസും കിട്ടുന്നില്ല. കാരണം വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം, സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് നിർബന്ധമാണ്. ഇവിടെ നമ്മൾ ഹെൽമെറ്റ് ധരിക്കാതെ ഓടിക്കാം. എന്നിട്ട് പറയുകയാണ് എനിക്കത് അറിയില്ലായിരുന്നു, ഹെൽമെറ്റ് ധരിക്കാതെ ഓടിക്കുന്നത് ശിക്ഷ കിട്ടുന്ന ഒരു പണിഷ്മെൻ്റ് ആണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു എക്സ്ക്യൂസ് പ്രൊവൈഡ് ചെയ്യില്ല. നെക്സ്റ്റ് മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോ ആവുന്ന സമയത്ത് അത് നമുക്ക് വോയിഡ് ആക്കാവുന്നതാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് എന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ്. മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിനെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബൈലാറ്ററൽ മിസ്റ്റേക്കും യൂണിലാറ്ററൽ മിസ്റ്റേക്കും.
അപ്പം മിസ്റ്റേക്കിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു, മിസ്റ്റേക്ക് ഓഫ് ലോയും മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റും. മിസ്റ്റേക്ക് ഓഫ് ലോനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? മിസ്റ്റേക്ക് ഓഫ് ഇന്ത്യൻ ലോയും മിസ്റ്റേക്ക് ഓഫ് ഫോറിൻ ലോയും. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റിന് രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് വരുന്നത്? ബൈലാറ്ററൽ മിസ്റ്റേക്കും യൂണിലാറ്ററൽ മിസ്റ്റേക്കും. എന്താണ് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് നോക്കാം. Bilateral mistake, where both the parties to an agreement are under a mistake as to some matter of fact essential to the agreement is void. അതായത് ഒരു കോൺട്രാക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യം രണ്ട് പാർട്ടീസും തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ അതിനെ നമ്മൾ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയും. അതായത് ഒരു കോൺട്രാക്റ്റിൽ എത്ര പാർട്ടീസ് ഉണ്ടോ ആ പാർട്ടീസ് എല്ലാം തന്നെ ആ കോൺട്രാക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എങ്കിൽ അവിടെ നമുക്ക് ബൈലാറ്ററൽ മിസ്റ്റേക്കാണെന്ന് പറയാം. അങ്ങനെയുള്ള കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ both the parties must be under a mistake and mistake must relate to essential fact. ആ പാർട്ടീസ് രണ്ടുപേരും മിസ്റ്റേക്ക് കാരണമാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. ആ മിസ്റ്റേക്ക് കോൺട്രാക്റ്റിൽ എസെൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഫാക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇതുമാണ് എങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും. അതായത് ഫാക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ലെങ്കിൽ നേരത്തെ 7 മണി AM എന്നുള്ളത് 7 PM എന്നുള്ളത് 7 AM ആയി തെറ്റിദ്ധരിച്ചിട്ടേ ഉള്ളൂ. അവിടെ കോൺട്രാക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്റ്റിനൊന്നും തെറ്റ് വന്നിട്ടില്ല. സോ ആ കോൺട്രാക്റ്റ് വാലിഡ് ആണ്, കോച്ചിങ് ഒക്കെ കൊടുത്തോളും. പക്ഷേ ഇവിടെ ഫാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ട് എങ്കിൽ ആ തെറ്റ് രണ്ട് പാർട്ടീസും ആ മിസ്റ്റേക്ക് കാരണമാണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് എങ്കിൽ അതിനെ നമുക്ക് ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയും. അപ്പോൾ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസും തെറ്റായ ഒരു കാര്യം തെറ്റായി മനസ്സിലാക്കിയിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ള മിസ്റ്റേക്കിന് നമ്മൾ ബൈലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയും. ആ കാര്യം കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഫാക്റ്റുമായിരിക്കണം. ഇനി ബൈലാറ്ററൽ മിസ്റ്റേക്കിന് എഗെയിൻ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ബൈലാറ്ററൽ മിസ്റ്റേക്ക്. അതിൽ ഫസ്റ്റ് വൺ ആണ് മിസ്റ്റേക്ക് റിഗാർഡിംഗ് എക്സിസ്റ്റൻസ് ഓഫ് സബ്ജക്റ്റ് മാറ്റർ. That means the parties may be mistaken in the existence of subject matter of the contract at the time of contract. The subject matter had ceased to exist at the time of contract. The contract is void. Mistake regarding existence of subject matter. Where both the parties are under mistake regarding the existence of subject matter, the contract is void. അതായത് കോൺട്രാക്റ്റിലെ സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റ് വോയിഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എയുടെ ഹോസിന് ബിക്ക് സെയിൽ ചെയ്യാൻ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. പക്ഷേ എൻ്റെ ഹോസ് ഓൾറെഡി ഡെഡ് ആയിട്ടുണ്ടാവും. പക്ഷേ എക്ക് അറിയില്ല ഈ ഹോസ് ഡെഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ആ എഗ്രിമെൻറ്റ് ബൈ മിസ്റ്റേക്കിലൂടെയാണ് എയും ബിയും എൻ്റർ ചെയ്യുന്നത്. അങ്ങനെയുള്ള എഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും. കാരണം അവിടെ സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസിലെ മിസ്റ്റേക്ക് കാരണമാണ് അവർ ആ എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, മിസ്റ്റേക്ക് റിഗാർഡിംഗ് ഐഡൻറ്റിറ്റി ഓഫ് ദി സബ്ജക്റ്റ് മാറ്റർ. ഇഫ് ബോത്ത് ദി പാർട്ടീസ് ആർ മിസ്റ്റേക്കൺ അബൌട്ട് ഐഡൻറ്റിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ, ദി കോൺട്രാക്ട് ഷാൽ ബി വോയിഡ്. ഫോർ എക്സാമ്പിൾ, കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് സബ്ജക്റ്റ് മാറ്റർ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്റ്റും വോയിഡ് ആയിരിക്കും. ഒരു എക്ക് ഒരു ഹൗസ് ഉണ്ട് കൊച്ചിയിലും, അതുപോലെ തന്നെ വേറൊരു ഹൗസ് ഉണ്ട് തൃശ്ശൂരും. അപ്പം എ ബിയോട് പറയുന്നത് ഞാൻ എൻ്റെ ഹൗസ് നിനക്ക് സെയിൽ ചെയ്യാം. എ ഉദ്ദേശിച്ചിട്ടുള്ളത് കൊച്ചിയിലെ വീട് സെയിൽ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ബി വിചാരിക്കുന്നത് തൃശ്ശൂരിലെ ഹൗസാണെന്നാണ്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് മാറ്ററിൽ രണ്ട് പാർട്ടീസിൻ്റെ അടുത്തും ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. അങ്ങനെയാവുന്ന സമയത്ത് ആ എഗ്രിമെൻറ്റും വോയിഡ് ആയിരിക്കും. ഇങ്ങനെ സബ്ജക്റ്റ് മാറ്റർ അവർ തെറ്റായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള എഗ്രിമെൻറ്റും വോയിഡ് ആയിരിക്കും. നെക്സ്റ്റ്, റിഗാർഡിംഗ് ദി ടൈറ്റിൽ ടു ദി സബ്ജക്റ്റ് മാറ്റർ. ഇഫ് എ പേഴ്സൺ ബൈസ് സം പ്രോപ്പർട്ടി വിച്ച് നീദർ പാർട്ടി ന്യൂ ദാറ്റ് ഇറ്റ് ഈസ് ഓൾറെഡി ബിലോങ്ങിങ് ടു ദി ബയർ, ദി കോൺട്രാക്ട് വിൽ ബി വോയിഡ്. ഒരു പേഴ്സൺ എന്തെങ്കിലും പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി എഗ്രിമെൻറ്റ് മേക്ക് ചെയ്യുക ചെയ്യുന്നത്. ആ മേക്ക് ചെയ്യുന്ന സമയത്ത് ബയറിന് അറിയില്ല ആ പ്രോപ്പർട്ടി ഓൾറെഡി ബയറിൻ്റെ തന്നെ പ്രോപ്പർട്ടിയാണ് അയാൾ വാങ്ങാൻ പോകുന്നതെന്ന്.
അങ്ങനെയുള്ള സമയത്ത് ആ കോൺട്രാക്റ്റും വോയിഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എക്സ് വൈയുടെ അടുത്ത് നിന്ന് ഒരു വീട് വാങ്ങാൻ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ വീടിൻ്റെ ടൈറ്റിൽ ഓൾറെഡി വൈയുടെ തന്നെയാണ്. അതായത് ആ വീട് വൈൻ്റെ ഓണർഷിപ്പിലുള്ള വീട് തന്നെയാണത്. പക്ഷേ വൈക്കും അതുപോലെ തന്നെ എക്സിനും അറിയില്ല അത് വൈൻ്റെ ഓണർഷിപ്പിലുള്ള വീടാണ് എന്നുള്ളത്. അങ്ങനെയുള്ള സമയത്തും ആ കോൺട്രാക്റ്റ് ഒരു ബൈ മിസ്റ്റേക്കിലൂടെ എൻ്റർ ചെയ്യുന്നതാണ്, അത് വോയിഡ് ആയിരിക്കും. നെക്സ്റ്റ്, റിഗാർഡിംഗ് ദി ക്വാണ്ടിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. Where quantity purchase is fundamentally different from quantity intended to be sold, there occur mutual mistake which prevents the formation of an enforceable contract. അതുപോലെ തന്നെ ആ കോൺട്രാക്റ്റിലെ ക്വാണ്ടിറ്റിയിൽ ഒരാൾ 100 ക്വാണ്ടിറ്റിയാണ് വിചാരിച്ചിട്ടുള്ളതെങ്കിൽ മറ്റൊരാൾ 200 ക്വാണ്ടിറ്റിയാണ് എങ്കിൽ അവിടെ ഒരു മിസ്റ്റേക്ക് വരില്ലേ? അതിനെയും നമ്മൾ മിസ്റ്റേക്ക് ഇൻ റിഗാർഡിങ് ക്വാണ്ടിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയും. ആ കോൺട്രാക്റ്റ് എൻഫോഴ്സ് ചെയ്യാം എങ്ങനെയാണെങ്കിൽ രണ്ട് പാർട്ടീസ് മ്യൂച്വൽ കൺസെൻറ്റിലൂടെ അതിൻ്റെ മിസ്റ്റേക്ക് തിരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, റിഗാർഡിംഗ് ദി ക്വാളിറ്റി ഓഫ് സബ്ജക്റ്റ് മാറ്റർ. ഇറ്റ് ഒക്കേഴ്സ് വേർ സബ്ജക്റ്റ് മാറ്റർ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് കണ്ടംപ്ലേറ്റഡ് ബൈ ദി പാർട്ടീസ്. ക്വാളിറ്റിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരെ എഗ്രി ചെയ്ത ക്വാളിറ്റി ആയിരിക്കില്ല അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. നെക്സ്റ്റ്, regarding the price of subject matter. Where a seller, while writing the price of a good, intending to write rupees 2,250, by mistake writes rupees 1,250, the agreement is void. അതായത് ഒരു സെല്ലർ ഒരു സാധനം വിൽക്കുന്ന സമയത്ത് ബില്ലിൽ 2,250 പകരം 1,250 എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വോയിഡാണ്. കാരണം അയാൾക്ക് ബൈ മിസ്റ്റേക്കിലൂടെയാണ് അയാൾ ആ തെറ്റ് എൻ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധനം 2,250 തന്നെ വിൽക്കേണ്ടി വരും അയാൾക്ക്, എന്നാലേ അയാൾക്ക് സാധനം സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെ മിസ്റ്റേക്കിലൂടെ എന്തെങ്കിലും വരികയാണെങ്കിൽ അതും വോയിഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് മിസ്റ്റേക്ക് ആസ് ടു സബ്ജക്റ്റ് മാറ്ററിൽ വരുന്നത്. അപ്പോൾ മിസ്റ്റേക്ക് ആസ് ടു സബ്ജക്റ്റ് മാറ്ററിൽ എന്തൊക്കെ മിസ്റ്റേക്കാണ് വരുന്നത്? സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച് അറിയാതെ നമ്മൾ എന്തെങ്കിലും കോൺട്രാക്റ്റിൽ എൻ്റർ പെട്ടാൽ, ഇനി സബ്ജക്റ്റ് മാറ്ററിൻ്റെ ഐഡൻറ്റിറ്റിയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ, അതായത് ഏത് സബ്ജക്റ്റ് മാറ്റർ ആണെന്ന് അറിയാതെ തെറ്റിദ്ധരിച്ചിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് പെട്ടാൽ. നെക്സ്റ്റ്, ഓണർഷിപ്പിലുള്ള ഐഡൻറ്റിറ്റി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യപ്പെട്ടാൽ. ഇനി ക്വാളിറ്റിയിലുള്ള എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ കാരണം, അതായത് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രൈസിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം ഒരു കോൺട്രാക്റ്റിൽ വരികയാണെങ്കിൽ ഇതൊക്കെ മിസ്റ്റേക്ക് ടു സബ്ജക്റ്റ് മാറ്ററിൽ വരുന്നതാണ്. ഇനി മിസ്റ്റേക്ക് ആസ് ടു ദി പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. Where parties to an agreement believe that agreement is capable of performance while in fact it is not so, the agreement is treated to void. This impossibility may be either physical or illegal. പാർട്ടീസ് ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാമെന്നുള്ള രീതിയിലാണ് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്തത്. അതായത് ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ പോസിബിൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളത്. പിന്നീടാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെയാവുന്ന സമയത്ത് ആ എഗ്രിമെൻറ്റിനെ നമുക്ക് വോയിഡായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഇമ്പോസിബിലിറ്റി വേണമെങ്കിൽ ഫിസിക്കൽ ആകാം, അതല്ലെങ്കിൽ ലീഗൽ ഇമ്പോസിബിലിറ്റി ആകാം. അതായത് നിയമം കാരണം ഏതെങ്കിലും എഗ്രിമെൻറ്റിൻ്റെ പെർഫോമൻസ് ഇമ്പോസിബിൾ ആവുക, അതല്ലെങ്കിൽ ആ സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസിൽ എന്തെങ്കിലും പ്രശ്നം കാരണം, എന്തെങ്കിലും പ്രശ്നം കാരണം ആ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിലും അതൊരു മിസ്റ്റേക്കിൻ്റെ പാർട്ടാണ്. ഇത്രയുമാണ് ബയലാട്രൽ മിസ്റ്റേക്കിൻ്റെ ടൈപ്പിൽ വരുന്നത്. ഇനി യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്താണെന്ന് നോക്കാം. യൂണിലാട്രൽ മിസ്റ്റേക്ക് മീൻസ് ഓൺലി വൺ പാർട്ടി ടു ദി എഗ്രിമെൻറ്റ് ഈസ് അണ്ടർ എ മിസ്റ്റേക്ക്. എ കോൺട്രാക്റ്റ് ഈസ് നോട്ട് വോയിഡബിൾ ബിക്കോസ് ഇറ്റ് വാസ് കോസ്ഡ് ബൈ വൺ ഓഫ് ദി പാർട്ടീസ് ടു ബി അണ്ടർ എ മിസ്റ്റേക്ക് ആസ് ടു എ മാറ്റർ ഓഫ് ഫാക്റ്റ്. യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി മാത്രമാണ് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് എങ്കിൽ അങ്ങനെയുള്ള മിസ്റ്റേക്കിനെയാണ് നമ്മൾ യൂണിലാട്രൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനി യൂണിലാട്രൽ മിസ്റ്റേക്കിൻ്റെ ടൈപ്സിലാണ് മിസ്റ്റേക്ക് അബൌട്ട് ദി ഐഡൻറ്റിറ്റി ഓഫ് പാർട്ടീസ് ടു എൻ എഗ്രിമെൻറ്റ്, മിസ്റ്റേക്ക് അബൌട്ട് ദി നാച്ചർ ഓഫ് ദി എഗ്രിമെൻറ്റ്. If there is a mistake regarding identity of person contracted with, even if the mistake is caused by fraud or misrepresentation of another party, the contract will be void. Mistake about nature of agreement. If a party does not disclose the true nature of document but prudently induces the other party to sign
it who believes that he is signing some other document. In such a case, there is no real agreement. യൂണിലാറ്ററൽ മിസ്റ്റേക്കിൽ പാർട്ടീസിൻ്റെ ഐഡൻറ്റിറ്റി ഫ്രോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിക്കുന്നത് എങ്കിൽ അത് വോയിഡ് ആയിരിക്കും. അതുപോലെ തന്നെ കോൺട്രാക്റ്റിൻ്റെ എഗ്രിമെൻ്റ് നാച്ചറിൽ ഫ്രോഡുലൻ്റ്ലി എന്തെങ്കിലും തെറ്റായ കാര്യമൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഡിസ്ക്ലോസ് ചെയ്യാതെയൊക്കെയാണ് കോൺട്രാക്റ്റ് എൻട്രി ചെയ്യിപ്പിക്കുന്നത് എങ്കിൽ അതും വോയിഡ് ആയിരിക്കും. അതിനൊന്നും റിയൽ എഗ്രിമെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ഇത്രയുമാണ് മിസ്റ്റേക്കിൽ വരുന്നത്. അപ്പോൾ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഗ്രിമെൻറ്റുമായി റിലേറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് തെറ്റായിട്ട് കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. മിസ്റ്റേക്ക് രണ്ട് രീതിയിൽ ടൈപ്പിലുണ്ട്. അതായത് മിസ്റ്റേക്ക് ബൈ ലോയും മിസ്റ്റേക്ക് ബൈ ഫാക്റ്റും. മിസ്റ്റേക്ക് ഓഫ് ലോ ഇന്ത്യൻ ലോയിനെ കുറിച്ചുള്ള അൺഅവയർനെസ്, അതുപോലെ തന്നെ ഫോറിൻ ലോയിനെ കുറിച്ചുള്ള അൺഅവയർനെസ്. അതിൽ ഇന്ത്യൻ ലോയിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് യാതൊരുവിധ എക്സ്ക്യൂസും തരില്ല. കാരണം ഇന്ത്യൻ ലോ ഇന്ത്യയിലുള്ള ആളുകൾ അറിഞ്ഞിരിക്കണം. ഫോറിൻ ലോ ആണെങ്കിൽ അത് നമുക്ക് വോയിഡ് ആക്കാവുന്നതാണ്. ഇനി മിസ്റ്റേക്ക് ഓഫ് ഫാക്റ്റ് രണ്ട് ടൈപ്പിൽ വരുന്നുണ്ട്. ബയലാറ്ററൽ മിസ്റ്റേക്ക്, യൂണിലാറ്ററൽ മിസ്റ്റേക്കും. ബയലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് പാർട്ടീസും മിസ്റ്റേക്ക് കാരണമാണ് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അതിനെയാണ് നമ്മൾ ബയലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിംഗ് പാർട്ടീസിലെ ഒരാൾ മാത്രം മിസ്റ്റേക്ക് കാരണം എൻട്രി ചെയ്യുകയാണ് എങ്കിൽ അതിനെയാണ് നമ്മൾ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ബയലാറ്ററൽ മിസ്റ്റേക്ക് വോയിഡ് ആണ്, പക്ഷേ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്താണ്? വോയിഡ് അല്ല. കാരണം പക്ഷെ അതൊരു വാലിഡ് കോൺട്രാക്റ്റിനുള്ളൊരു എക്സ്ക്യൂസ് ഒന്നുമല്ല. അതിന് ഒരു എക്സംഷൻസ് ഉണ്ട്. അതായത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് പാർട്ടീസിനെ പറ്റിച്ചിട്ടൊക്കെയാണ്, ഐഡൻറ്റിറ്റിയൊക്കെ പറ്റിച്ചിട്ടോ അല്ലെങ്കിൽ എഗ്രിമെൻ്റ് നാച്ചുറലോ എന്തെങ്കിലും തട്ടിപ്പൊക്കെ നടത്തിയിട്ടാണ് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ നമുക്ക് ആ യൂണിലാറ്ററൽ മിസ്റ്റേക്കിന് വോയിഡ് ആക്കായി ട്രീറ്റ് ദാറ്റ് മീൻസ് അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല, അത് വോയിഡ് ആയിരിക്കും. അതർ കേസിൽ യൂണിലാറ്ററൽ മിസ്റ്റേക്ക് വാലിഡ് ആയിരിക്കും. അതായത് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് ഒരു പാർട്ടിക്ക് മാത്രം എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നതാണ്. ഒരു പാർട്ടി മാത്രം കോൺട്രാക്റ്റിലെ കാര്യം എന്തോ ഒന്ന് തെറ്റായി മനസ്സിലാക്കിയിട്ടായിരിക്കും കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാകുക. എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ആ പാർട്ടീൻ്റെ അടുത്ത് നിന്ന് പറ്റുന്നതിനെയാണ് യൂണിലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. യൂണിലാറ്ററൽ മിസ്റ്റേക്ക് നോട്ട് വോയിഡബിൾ ആണ്. അതിന് നമുക്ക് ഒരു എക്സംഷൻ ഉണ്ട്. ആ എക്സംഷൻ ആണ് മിസ്റ്റേക്ക് അബൌട്ട് ഐഡൻറ്റിറ്റി ഓഫ് പാർട്ടീസ് ടു എൻ എഗ്രിമെൻറ്റും മിസ്റ്റേക്ക് അബൌട്ട് നേച്ചർ ഓഫ് എഗ്രിമെൻറ്റ് വരുന്നത്. ഇനി ബയലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്ന സമയത്ത് ഒരു കോൺട്രാക്റ്റിലെ ഒരു പാർട്ടിക്ക് മാത്രമാണ് മിസ്റ്റേക്ക് സംഭവിച്ചെങ്കിൽ യൂണിലാറ്ററൽ എന്ന് പറയും. അപ്പോൾ ഒരു കോൺട്രാക്റ്റിലെ രണ്ട് പാർട്ടീസും കോൺട്രാക്റ്റിംഗ് അല്ലെ ടേംസൊക്കെ അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ എന്തൊക്കെയോ കാര്യങ്ങൾ തെറ്റായി മനസ്സിലാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബയലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ അത് സബ്ജക്റ്റ് മാറ്ററിൻ്റെ എക്സിസ്റ്റൻസിനോ അല്ലെങ്കിൽ ടൈറ്റിലോ ഐഡൻറ്റിറ്റിയോ പ്രൈസോ ക്വാണ്ടിറ്റിയോ ക്വാളിറ്റിയോ ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ആകാം. അതല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്ററിൻ്റെ പ്രൈസിലൊക്കെയുള്ള മിസ്റ്റേക്ക് കാരണമായിരിക്കും അവർ ആ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ മിസ്റ്റേക്ക് ഓഫ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് കാരണവുമാവാം. അപ്പോൾ ബയലാറ്ററൽ മിസ്റ്റേക്കിൽ ഒന്നല്ലെങ്കിൽ സബ്ജക്റ്റ് മാറ്ററിലുള്ള മിസ്റ്റേക്ക് കാരണമാകാം, അതല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് കാരണമുള്ള മിസ്റ്റേക്ക് കാരണമാണ് എൻട്രി ചെയ്യുന്നത് എങ്കിൽ അതിന് നമ്മൾ ബയലാറ്ററൽ മിസ്റ്റേക്ക് എന്ന് പറയും. അപ്പോൾ ഇത്രയുമാണ് ഫ്രീ കൺസെൻറ്റിൽ വരുന്നത്. അപ്പം ഫ്രീ കൺസെൻറ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ് കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. ഈ 5 പോയിൻറ്റ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.